ഇത് ഇപ്പം പുതിയതായിട്ട് കൊടുത്തതല്ല. പുതിയതായിട്ട് കൊടുത്തതാണോ എന്ന് ചോദിച്ചാൽ പുതിയതായിട്ട് കൊടുത്തതാ. ഇത് വളരെ നേരത്തെ കൊടുത്ത മറുപടിയാണ്. ആ മറുപടി അത് പിന്നെ അന്ന് കൊടുത്ത മറുപടി ഇന്നിപ്പോ ഇപ്രാവശ്യം കൊടുക്കുമ്പോൾ മാറ്റാൻ പറ്റുമോ? ഇത് ഫയലിലുള്ള ഒരു രേഖ മാറ്റണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് വലിച്ചു കയറി കളഞ്ഞേച്ച് പുതിയത് വെക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യൻ ജുഡീഷ്യറിയെയും അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ പ്രതിനിധികളായിരുന്നുകൊണ്ട് ചില സാമൂഹ്യ പ്രവർത്തകർ, നീതിബോധമുള്ള പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിരുന്നുകൊണ്ടുള്ള ചില സാമൂഹ്യ പ്രവർത്തകർ ചേർന്ന് സുപ്രീം കോടതിയിലെ ഒരു അപേക്ഷ നൽകുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പ്രമാദമായിട്ടുള്ളൊരു കേസിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് ലാവ്ലിൻ കേസ്. അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ പ്രതിയായിട്ടുള്ള ഒരു കേസാണ് ലാവ്ലിൻ കേസ് എന്ന് പറയുന്നത്. പള്ളിവാസൽ പന്നിയാർ ചെങ്കുളം വൈദ്യുതി പദ്ധതികൾ നവീകരിക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കനേഡിയൻ കമ്പനിയായ SNC ലാവ്ലിനെ കൺസൾട്ടന്റായി നിയമിച്ചുകൊണ്ട് UDF സർക്കാർ കരാർ ഒപ്പിട്ടത്. ജി കാർത്തികേയനായിരുന്നു അന്ന് വൈദ്യുതി മന്ത്രി. 1996 മെയ് 20 EK നയനാർ മുഖ്യമന്ത്രിയായി LDF സർക്കാർ അധികാരത്തിലേറി. പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായി ചുമതലയേറ്റു. ലാവ്ലിനുമായി UDF ഉണ്ടാക്കിയ കരാറിൽ LDF സർക്കാർ ചില മാറ്റങ്ങൾ വരുത്തി 1997 ഫെബ്രുവരി 10 ലാവ്ലിനുമായി സർക്കാർ അന്തിമ കരാർ ഒപ്പുവെച്ചു. മലബാർ ക്യാൻസർ സെന്ററിന് ഗ്രാന്റായി 98.30 കോടി രൂപ നൽകാമെന്ന് ലാവ്ലിൻ കമ്പനി അന്ന് സമ്മതിച്ചിരുന്നു. ഇതിൽ 12 കോടി രൂപ മാത്രമാണ് ലാവ്ലിൻ കമ്പനി സർക്കാരിന് നൽകിയത്. ധാരണാപത്രം പുതുക്കാത്തതിന്റെ പേരിലാണ് ബാക്കി തുക ലഭിക്കാത്തതെന്നും ഇത് സർക്കാരിന്റെ വീഴ്ചയാണെന്നും CAG റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. 2001 AK ആന്റണി സർക്കാരാണ് ലാവ്ലിൻ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ആദ്യം ഉത്തരവിട്ടത്. പിണറായി വിജയൻ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടില്ലെന്നായിരുന്നു അന്ന് വിജിലൻസിന്റെ കണ്ടെത്തൽ. തുടർന്ന് 2006 മാർച്ച് 1 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ലാവ്ലിൻ കേസിന്റെ അന്വേഷണം CBIക്ക് വിടാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പിണറായി വിജയനെ പ്രതിയാക്കി CBI FIR രജിസ്റ്റർ ചെയ്തു. 2009 ജൂൺ 7 പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകി. ജൂൺ 11 പിണറായി വിജയൻ ഉൾപ്പെടെ 9 പേരെ പ്രതി ചേർത്ത് CBI കുറ്റപത്രം സമർപ്പിച്ചു. 2012 ഡിസംബർ 24 വിചാരണ ഉടൻ ആരംഭിക്കണമെന്ന പിണറായിയുടെ ഹർജി തിരുവനന്തപുരത്തെ CBI പ്രത്യേക കോടതി തള്ളി. പിണറായി ഹൈക്കോടതിയെ സമീപിച്ചു. കേസിലെ 6ഉം 9ഉം പ്രതികളായ ലാവ്ലിൻ കമ്പനിക്കും കമ്പനി വൈസ് പ്രസിഡന്റ് ക്ലോസ് ടെൻഡറിനും എതിരായ കുറ്റപത്രം വിഭജിച്ച് പിണറായി അടക്കം ബാക്കി 7 പ്രതികളുടെ വിചാരണ ആരംഭിക്കാൻ 2012 ജൂൺ 18 ഹൈക്കോടതി ഉത്തരവിട്ടു. അത് 40 തവണ സുപ്രീം കോടതി മാറ്റിവെച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു. അത് ഒരു കാരണവശാലും ഒരു നീതീകരണമായിട്ട് പൊതുസമൂഹത്തിന് തോന്നിക്കുന്നില്ല. കാരണം നീതി അത് നടക്കേണ്ട രീതിയിൽ നടക്കേണ്ടതുണ്ട്. സുപ്രീം കോടതിയുടെ വിവേചനാധികാര പ്രകാരം കേസുകൾ എത്ര വേണമെങ്കിലും മാറ്റി വെക്കാമായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും കൂടെ അനന്തമായി നീണ്ടു പോകുന്ന ആ ഒരു പ്രതീതി അത് പൊതുസമൂഹത്തിൽ വളരെ ഒരു സംശയത്തിൻ്റെ ഒരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. കാരണം ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല സുപ്രീം കോടതിയെ പൊതുസമൂഹം നോക്കിക്കാണുന്നത്. കാരണം ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യയിൽ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയും അങ്ങേയറ്റം ബഹുമാനത്തോടെ കാണുന്ന ഇന്ത്യൻ ജനതയെ സംബന്ധിച്ച് ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി എടുക്കുന്ന നിലപാടുകൾ വളരെയധികം ആകാംക്ഷയോടും വളരെയധികം നെഞ്ചേറ്റിക്കൊണ്ട് നല്ല ഒരു വിലമതിക്കാനാവാത്ത ഒരു സന്ദേശമായിട്ടാണ് പൊതുസമൂഹം അത് ഏറ്റുപിടിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിനകത്ത് ലാവ്ലിൻ കേസ് എന്ന് പറയുന്നത് നമുക്കറിയാം. പിണറായി വിജയൻ ആദ്യം 2016 മുഖ്യമന്ത്രി ആകുന്ന കാലഘട്ടത്തിൽ പോലും ഈ ലാവ്ലിൻ കേസ് മുഖ്യമന്ത്രി കസേരയ്ക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നിരുന്ന സാഹചര്യത്തിൽ പോലും അത് രാഷ്ട്രീയപരമായിട്ട് അവർ നേരിടാം എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോവുകയും, പക്ഷേ അതിനുശേഷം ഈ 10 വർഷക്കാലമായിട്ടും ഈ കേസ് ഇങ്ങനെ അനന്തമായിട്ട് നീണ്ടു പോകുന്നു. കാരണം ഓരോ പ്രാവശ്യവും കേസെടുക്കുമ്പോൾ കേസ് മാറ്റി വെക്കപ്പെടുന്നു. കേസിൻ്റെ ട്രയലല്ല നടക്കുന്നത്, കേസ് മാറ്റി വെക്കുന്നു. 40 തവണ ഒരു കേസ് മാറ്റി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ സാധാരണ ഏത് ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യമാണ്. ഇപ്പോൾ വാദികളാണെങ്കിലും പ്രതികളാണെങ്കിലും ശരി, അവർക്ക് ലഭിക്കേണ്ടുന്ന ഒരു പരിരക്ഷയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ലഭിക്കേണ്ടുന്ന ഒരു പരിരക്ഷയുടെ ഒരു ഭാഗമായിട്ട് നിന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന നിലയിൽ ഇത് എല്ലാവർക്കും ഇത് ബാധകമാണോ എന്നുള്ളൊരു ചോദ്യത്തിന് സുപ്രീം കോടതി ഉത്തരം പറയേണ്ടതില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം 40 തവണ ആ കേസ് മാറ്റിവെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ വരുന്ന ഏപ്രിൽ 6 ആ കേസിൻ്റെ ഡേറ്റാണ് എന്ന് പറയുന്നു.
ആ ഡേറ്റിലെങ്കിലും പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിരുന്നുണ്ട്, നീതിബോധമുള്ള പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് ഈ സാമൂഹ്യ പ്രവർത്തകർ ആവശ്യപ്പെടുന്നതും അവർ രേഖാമൂലം അറിയിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഏപ്രിൽ 6-ാം തീയതിയെങ്കിലും ആ കേസെടുക്കുമ്പോൾ ആ കേസ് ഒന്നെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, കേസിന് എത്രയും പെട്ടെന്ന് ഒരു തീർപ്പുണ്ടാക്കുക. ഇനി അതിന് സാധിക്കാത്ത വണ്ണം ഒരു സാഹചര്യമാണോ ഉള്ളതെങ്കിൽ സുപ്രീം കോടതി ആ കേസ് ക്വാഷ് ചെയ്തെങ്കിലും കളയുക. കാരണം ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ഏജൻസിയാണ് ആ കേസുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. CBI ആണ് ആ കേസ് അപ്പീലുമായിട്ട് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നതും സുപ്രീം കോടതിയിൽ ആ കേസ് നിലനിൽക്കുന്നത്. അതിപ്പം 40 തവണ മാറ്റി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നീതീകരിക്കാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നീതിബോധമുള്ള പൊതുസമൂഹം ശക്തമായിട്ട് ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇത് ഈ ഇന്ത്യൻ പൗരന്മാർക്കെല്ലാം തുല്യ അവകാശവും തുല്യ നീതിയും പറയുന്ന ഈ ഭരണഘടന നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കേസിനകത്ത് പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി നല്ല ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കുന്നത് കൊണ്ടാണോ ഈ കേസ് ഇങ്ങനെ അനന്തമായിട്ടും നീട്ടിക്കൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ 40 തവണയൊക്കെ ഈ കേസ് മാറ്റി മാറ്റി വെക്കുന്നത് എന്നുള്ള ചോദ്യം ശക്തമായിട്ട് ഉയർന്നു വരുമ്പോൾ സുപ്രീം കോടതി അതിന് പൊതുസമൂഹത്തിലേക്ക് മറുപടി നൽകേണ്ടതുണ്ട്. എന്താണെങ്കിലും ശരി, ഈ വരുന്ന 7-ാം തീയതി 6-ാം തീയതി, അതായത് ഏപ്രിൽ മാസം 6-ാം തീയതി ആ കേസ് പരിഗണനയ്ക്ക് വരുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അന്നെങ്കിലും സുപ്രീം കോടതിയിനകത്ത് ശക്തമായൊരു എടുക്കണം. അത് പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്ന തുല്യനീതി, തുല്യ നിയമം എന്ന ഭരണഘടന അടിസ്ഥാനമാക്കിയിട്ടുള്ള ആ അവകാശത്തിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിന് സുപ്രീം കോടതി വില കൽപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് തന്നെ ഇതിനുവേണ്ടി രംഗത്തേക്ക് വന്നിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടും ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഒരു ഉറച്ച നിലപാടെടുക്കും എന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി.